അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടായില്ല. ആ ഘട്ടത്തിൽ ഒരു വിവരം മാത്രമാണത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാ കാര്യവും റിവേഷ തലയിൽ കെട്ടിവെച്ചത് DYFI ആണ് ഉണ്ടാക്കിയത് എന്ന് സ്ഥാപിക്കാൻ പുറപ്പെടണ്ട. അപ്പം അതുകൊണ്ട് ഞങ്ങളത് ചലഞ്ച് ചെയ്യും. അന്വേഷണം പൂർത്തീകരിക്കട്ടെ. അന്വേഷണം പൂർത്തീകരിച്ച് പിന്നെ ഇതാരാ പുറത്തുവിട്ടത്? അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്. അന്വേഷണം നടക്കട്ടെ. അതിന് നമ്മൾ പറയുന്നത് അന്വേഷണം നടന്നാൽ ലീഗിൻ്റെ UDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അതിനകത്ത് പ്രതികർക്കപ്പെടും. ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഇപ്പം അവിടെ നിന്ന് ഇപ്പം നിങ്ങൾ ചോദ്യത്തിലുണ്ടല്ലോ 25 ലക്ഷം പ്രഖ്യാപിച്ചു എന്നൊക്കെ. അപ്പോൾ അത്രയും ആത്മവിശ്വാസം അവർക്കുണ്ട്. പോലീസിൻ്റെ ഭാഗത്തും കൂടെ ആലോചനയൊന്നുമില്ല. പോലീസ് ഇപ്പോൾ വന്ന വിവരങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ കാര്യമില്ലാതെ വേറൊന്നുമില്ല. ഇനി ഏത് ഗൂഢാലോചന ഉണ്ടെങ്കിലും ഞങ്ങൾ അതിൻ്റെ പിന്നിലില്ല. സ്വതന്ത്രമായ അന്വേഷണത്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യാം. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നുള്ളത്. ഇയാൾ ഫോൺ വിട്ടുകൊടുത്തു. ഏത് ശാസ്ത്രീയമായ പരിശോധനക്കും ഞാൻ വിധേയനാകാം എന്ന് ഒരു DYFI സഖാവ് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞാൽ അത് വിശ്വാസത്തിലെടുക്കേണ്ട. ഏത് പരിശോധന, വ്യാജ ID കാർഡ് വിഷയം വന്നപ്പോൾ ഏത് അന്വേഷണ ഏജൻസിക്ക് മുമ്പിലും വ്യാജ ID കാർഡ് വിഷയം വന്നപ്പോൾ കുറെ ഫോണുകൾ നശിപ്പിച്ച അനുഭവമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പൊ വെബ്സൈറ്റ് നശിപ്പിച്ചു. കോടതി വീണ്ടും ചോദിച്ചല്ലോ, വെബ്സൈറ്റിന്റെ ആളുകളെ വിളിച്ചു വരുത്തിയല്ലോ. അപ്പം നശിപ്പിക്കുന്ന പരിപാടി നമുക്കില്ല. തെളിവ് നശിപ്പിക്കുന്ന പരിപാടി DYFIക്കില്ല. DYFIയുടെ ആളുകൾ ആ ഫോണ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കൂ, കണ്ടെത്തൂ എന്നാ പറഞ്ഞിട്ടുണ്ട്. ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി ഇതുപോലെയുള്ള വ്യാജരേഖകൾ നിർമ്മിക്കുന്നവരുടെ ഒരു ഫാക്ടറി തന്നെയാണ് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ UDFും ഒക്കെ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനൊക്കെ അവർക്ക് നല്ല ഒരു കാര്യപ്രാപ്തി ഇതിലുണ്ടാകും. അപ്പോൾ അവരെയാണ് നിങ്ങൾ സംശയിക്കേണ്ടത്.